കാല് നല്ല ചുഖമല്ലേ? നല്ല ചുഖം. ജിമ്മില് ലെഗ് വർക്കൗട്ട് കണ്ടുപിടിച്ച മരം തല്ലിക്കൊല്ലണം. എന്റെ കാലേ അനക്കാൻ വയ്യ. അവന്മാരല്ല തല്ലിക്കൊല്ലാനുള്ള, നമ്മളെ ജിമ്മിലെ ഒരു ട്രെയിനർ ഉണ്ടല്ല, അവരാണ് കാലേമാര് നിരത്തടിക്കാനുള്ള. 30 കിലോ ലെഗ് പ്രസ് അടിച്ചുകൊടുത്ത് എന്നെ കൊണ്ടവൻ 150 കിലോ അടുപ്പിച്ചേക്കാണ്. എന്തിന്? ഒരു കാര്യവും ഇല്ല. അവൻ ദിവസവും 30-40 മുട്ടയും പഴവും കഴിച്ചിട്ട് വന്ന് എടുക്കണ വെയിറ്റ് നമ്മളെ കൊണ്ട് എടുപ്പിച്ച കവ കീറും. ഇതൊന്നും ഇടത്തേക്കാലില്ലേ? എന്റെ അനക്കൊന്നുമില്ല. എനിക്ക് തോന്നണം അവൻ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് ആ ദേശം മുഴുവൻ നമ്മൾക്ക് തീർക്കണം എന്നാണ്. അല്ലാതെ എങ്ങനെ വീട്ടില് പ്രശ്നം ആവാതിരിക്കും? അവന് എന്നെ മാസം 30,000-40,000 രൂപയുടെ ചെലവുണ്ട്. പിന്നെ പ്രശ്നം ആവൂലേ? തിങ്കളാഴ്ച ആവട്ടെ, നീ നോക്കിക്കോ. അവന്റെ മണ്ടയിൽ കൂടെ ഞാൻ 30 കിലോ ഡമ്പല് വാരി എറിയും. മര്യാദയ്ക്ക് 5 കിലോ എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് അവന്റെ 30 കിലോ. ഞാൻ എന്തായാലും ഒന്ന് തീരുമാനിച്ചു, ഞാൻ ജിമ്മ് നിർത്താൻ പോകണം. അപ്പൊ നീ സുസ്മിതയ്ക്ക് കൊടുത്ത വാക്കാ 1 മാസം കൊണ്ട് ജിമ്മനാവൂന്ന്? സുസ്മിതയുടെ ഫ്രണ്ടിൽ വല്ല ബലൂണും പെരുക്കി കുത്തിക്കയറ്റി വെച്ചോണ്ട് പോവാ. അവള് പെരുക്കി പൊട്ടിക്കാതെ നോക്കിക്കോ. അല്ല, ഒരു സംശയം, നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോഴേ എന്തിന് ചന്തിക്ക് പിടിക്കണ? നിന്റെ ചന്തിക്ക് ആര് പിടിച്ച്? അല്ല, ചന്തിന്റെ മസിൽ പിടിച്ചത് എങ്ങനെയാണ്? കാലിന്റെ മേളിലല്ലേ ആസന ഇരിക്കണത്, അങ്ങനെ പിടിച്ചതായിരിക്കും. ഇനി ബാത്റൂമിൽ ഞാൻ എങ്ങനെ ഇരിക്കോ എന്തോ. അത് നീ പേടിക്കണം, അത് ഞാൻ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തേ? ബാത്റൂമിലെ ഒരു കയറ് കെട്ടി തൂക്കി പിടിച്ചെണീക്കാനും ഇതാക്കാനും. എപ്പ എത്തി? ഞാൻ 26 കൊല്ലായി, ഇവ 24 കൊല്ലായി എത്തിയിട്ട്. ലെഗിന് കളിച്ചിട്ട് വന്നവന്മാരടുത്ത് കിന്നാരം ചോദിക്കണ. എടാ, നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞടാ, ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ വീട്ടിൽ കയറാൻ മുമ്പ് പുറത്ത് ഡ്രസ്സ് ഇട്ടിട്ടേ കയറാളൂന്ന്. ഇതൊക്കെ ഊരിയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കാല് പൊക്കാനും താക്കാനും പറ്റണില്ല. പറ്റുമെങ്കിൽ ഊരിത്തരോ ഒന്ന്? തന്തമാര് പറയണ കേക്കണം, എന്നാലേ കാലിക്ക പൊക്കാൻ പറ്റൂ. അച്ഛൻ പറഞ്ഞ എന്താണ് നമ്മൾ കേൾക്കാത്തത്? നിന്റെ അടുത്തൊക്കെ ജിമ്മിൽ പോവല്ലേന്ന് ഞാൻ പറഞ്ഞതല്ലേ. ദിവസം എത്ര പേരെന്നറിയുമോ ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണത്? അച്ഛ, അങ്ങനെയൊക്കെ വന്നതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ വരണവന്മാര് കറക്റ്റ് വാമപ്പും ചെയ്യാതെ പറ്റാത്ത വെയിറ്റ് എടുത്ത് ഇങ്ങനെയൊക്കെ എടുത്ത് പൊക്കറോണ്ടാണ് വന്ന് തറയിലൊക്കെ വീണ് കുഴഞ്ഞു മരിക്കണത്. നമ്മൾ ചെയ്യാനുള്ളത് വെയിറ്റ് പതുക്കെ 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 ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയല്ലേ നീ വന്നത്? എനിക്കറിയാം. അപ്പോഴങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്ത് കളിക്കണം, അല്ലാതെ ഒറ്റടിയൊന്നും കളിക്കല്ലേ. എന്നാൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നും വരൂല. നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. തെക്കോട്ട് പോവാൻ പറഞ്ഞ വടക്കോട്ട് പോണ ടീംസ് അല്ലേ. അത് തെക്കും വടക്കും പറഞ്ഞുകൂടാത്തോണ്ട്. ഈടാ, നീ ഇക്ക ഞാൻ പറഞ്ഞ എന്തേലും കാര്യം ഇന്ന് വരെ അനുസരിച്ചിട്ടുണ്ടാടാ? അങ്ങനെയൊക്കെ ചോദിച്ച ഇതിപ്പോ ആലോചിക്കാൻ തരിക്കണ്. ഇല്ല ഇല്ല അച്ഛ. അച്ഛ ഒരു കാര്യം ചെയ്യും, നമ്മൾ പറഞ്ഞാ കേൾക്കണ ഒരു കാര്യം പറ. ഉദാഹരണത്തിന് ജിമ്മിൽ വന്നതിന് ശേഷം കുളിക്കാതെ നനയ്ക്കാതെ റൂമിൽ കയറി ഇരിക്കാൻ പറ. നമ്മൾ ഇരിക്കല്ലേ. ഏത് സമയവും ജോലിക്കും കൂലിക്കും പോവാതെ ടിവിയും കണ്ട് ഫോണിലും കുത്തി ഫുഡ് മേടിച്ച് വാലാപോലെ നടക്കാൻ പറ. നമ്മള് നടക്കല്ലേ. പോട്ട്, നീ ഒന്നും എന്നെ അനുസരിക്കണ്ട. അറ്റ്ലീസ്റ്റ് ബഹുമാനിച്ചൂടെ? ഫാദർ അല്ലേ? അല്ലേ? അതെ അല്ലേ? അച്ഛൻ ശാസ്ത്രലോകത്തിന് എന്തെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുണ്ടോ? അതും അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിന് എന്തെങ്കിലും പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനി? അല്ല, ബഹുമാനിക്കാനേ. പ്രായത്തിലൊന്നും മാനിച്ചൂടേടാ. അച്ഛൻ എത്ര വയസ്സായി? 60. രഘു അച്ഛന് 60 വയസ്സ്. മാനിച്ചിരിക്കുന്നു ഞാൻ. നീക്ക് എന്റെ മക്കളായി പോയല്ല, അതിന് ഞങ്ങളും ഖേദിക്കുന്നു. ഇനി ഇവിടെന്നാ ശരിയാവൂല. ഞാൻ വല്ലതും വിളിച്ചു പറയും. വിളിച്ചു പറയാൻ കോളാമ്പിയും മൈക്ക് സെറ്റുമാണ് നല്ലത്. ബുക്ക് ചെയ്യട്ടാ. വാഴപ്പിണ്ടികള്. പിള്ളേര് പറയണ തർക്കൂത്തരം മൊത്തം ജലജേരിത് പറഞ്ഞു കൊടുക്കാം. അവളാകുമ്പോ 2 കൊടുക്കും. ജലജേരിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് പ്രശ്നമായില്ല, പോയിട്ട് പിന്നീട് വരി. പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജലജെ. സ്കൂളിൽ ഞങ്ങൾ പാട്ട് പാടിട്ടപ്പോ ആരെയും അമേസിംഗ് മാർവലസ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് കാണും. അതായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. അതല്ല എന്തരല്ലേ ജലജ, ഞാൻ ഒരു ഭർത്താവാണ്. ആരാ നിങ്ങൾ? ഒറ്റയുടെ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. അതിന് അങ്ങനെയൊക്കെ പറയാൻ ഞാൻ ഇപ്പൊ ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ല. പക്ഷെ എനിക്കിപ്പോ അത് പറയാൻ തോന്നി. നിനക്കിപ്പോ സമയമില്ലെങ്കിൽ ഞാൻ ഈ പേപ്പർ എഴുതി വെച്ചിരിക്കാം. നീ സമയം കിട്ടുമ്പോ എടുത്ത് വായിച്ചാൽ മതി. എഴുതി തരാന്ന്? അപ്പൊ വല്ല ഊള കവിത എനിക്ക് എഴുതി വെച്ചിരിക്കണ? അല്ല, നമ്മുടെ മക്കളെ പറ്റി. അവറ്റുള്ള 2 അനുസരണശീലം തീരെയില്ല. ഓ, പുതിയ ഒരു അറിവ് പകർന്നു തന്നതിന് നന്ദി. അപ്പൊ അങ്ങനെ പോയി മനുഷ്യ വെച്ച് കീറ്റി തരും ഞാൻ. ഞാൻ പറയണ നീ മൊത്തം കേട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവും. നിങ്ങള് പോണ്ട, ഞാൻ പോവാന്നേ. നീ എനിക്കൊന്ന് പറയാം. 30 സെക്കൻഡ് താ ജലജെ. 30 സെക്കൻഡ് ഒന്നും തരാൻ പറ്റൂല, വേണമെങ്കിൽ ഒരു 5 സെക്കൻഡ് തരാം. അത് പിന്നെ അവന്മാര് സമയം കഴിയും. ബൈ, സ്റ്റാൻഡ് വിട്ടോ. എനിക്കിവിടെ ഒരു വിലയില്ല.
ഇന്നലെ ഞാൻ വാങ്ങിച്ച ചുരിദാറിന്റെ പ്രൈസ് ടാഗ് കട്ടിൽ കിടപ്പുണ്ട്. അതെടുത്ത് തലയെ കൂടെ ഇട്ടിട്ടേ അങ്ങനെ അടങ്ങി. അപ്പോഴും വില ഇട്ട്. ഈശ്വര, ഞാൻ മരിക്കാൻ പോട്. ആ, ഞാൻ രക്ഷപ്പെട്ട്. നിങ്ങളെ ഇൻഷുറൻസിന്റെ നോമിനിയെ ഞാനാണ്. മാട്രിമോണിയിലെ രണ്ടാമത്തെ കല്യാണത്തിന് പരസ്യം കൊടുക്കണം. എന്റെ കാര്യങ്ങൾ ഞാൻ ആരെടുത്ത് പറയും? ഇവിടെ ആർക്കും കേൾക്കാൻ ഒരു താല്പര്യവും ഇല്ല, ആരും അനുസരിക്കുകയും ചെയ്യണില്ല. ഇനിയിപ്പോൾ ആരെ വിളിക്കാനാണ്? അതിലല്ലേ സുഹൃത്തുക്കൾ ഭാർഗുവിനെ വിളിക്കാൻ. ഹലോ ഭാർഗു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ആ, നീ വിളിച്ച സ്ഥിതിക്ക് എനിക്ക് നിന്നോട് അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നീ പിന്നെ വിളിയടാ. ഭാർഗു, നീ എങ്കിലും എന്നെ കളഞ്ഞിട്ട് പോവല്ലേടാ? ഞാൻ കളഞ്ഞിട്ട് പോണില്ലടാ, ജസ്റ്റ് ഫോൺ കട്ട് ചെയ്യണേ ഉള്ളൂ. എടാ, എനിക്ക് ഇവിടെ ഒരു വിലയില്ലടാ. അത് നീ നേരത്തെ പറയേണ്ടിയിരുന്ന. ഇപ്പോഴാണ് അവസരം കിട്ടിയ. ഇട്ടിയുടെ കയ്യില് അടയ്ക്കാ തൂക്കണ നല്ലൊരു ത്രാസിരിപ്പുണ്ട്. നിന്നെ അതിലിട്ട് തൂക്കി നല്ലൊരു വില ഞാൻ ഇട്ടുതരാ. ഭാർഗു, വെച്ചിട്ട് പോടാ. ഇവിടെ മനുഷ്യന് വീട്ടിൽ നിന്ന് ആഹാരം കിട്ടില്ല, അപ്പോഴാണ് വില. അച്ഛൻ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. തുണിയല്ല പുറത്തിട്ടു. അച്ഛൻ പറഞ്ഞത് വൈകിയാണെങ്കിലും നീ അനുസരിച്ചില്ലടാ. പക്ഷേ അത് അച്ഛന്റെ കട്ടിന്റെ പുറത്താണെന്ന് മാത്രം. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ്റെ അടുത്ത് നമുക്ക് ബഹുമാനം ഇല്ലാന്ന്. ആയതിനാൽ അച്ഛന് വേണ്ടി നമ്മളൊരു ബഹുമാന ഡാൻസ് ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഹസ്കി ഡാൻസ്. കൗമാരപടി. എടാ, തന്തയെ അവമാനിച്ചവരും അനുസരിക്കാത്തവരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കമോണപടി. എടാ, കുറച്ച് കൂടി പോയാ. ഏയ്, നമ്മൾ അച്ഛൻ്റെ സമരത്തിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റൂ? പുറത്തുപോയി കാണിച്ച ഇടിയും കൂടെ കിട്ടൂലേ? മതി, ലെഗാണ് കളിച്ചത്, അതും മറന്നു. കഴപ്പ് തന്നെയല്ലേടാ. എന്റെ മനസ്സിലുള്ളതൊന്നും ആരും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവരും എന്നെ അടച്ചാക്ഷേപിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യവും ഇനി മുതൽ ഈ ഡയറിയിൽ ഞാൻ കുറിച്ച് വെക്കും. ഡയറിക്ക് ഒരു പേരിടണമല്ല. അമ്മിണി. എൻ്റെ അമ്മിണി ഡയറി. ഡിയർ അമ്മിണി, എൻ്റെ മക്കൾ തലതെറിച്ചവന്മാരാണ്. എൻ്റെ ഗുണമൊന്നും അവന്മാർക്ക് കിട്ടിയിട്ടില്ല. അതിന് പ്രത്യേകിച്ച് എനിക്കൊരു ഗുണവും ഇല്ല. കൊതുകിനെ കൊല്ലാൻ പറഞ്ഞാൽ കൊതുകിൻ്റെ മുട്ട വിരിച്ചെടുക്കും. ചെടിക്ക് മഴയില്ലാത്ത സമയത്ത് വെള്ളമൊഴിക്കാൻ പറഞ്ഞാൽ മഴയുള്ള സമയത്ത് മാത്രമേ വെള്ളമൊഴിക്കൂ. അതുകൊണ്ട് എന്നെ അനുസരിക്കുന്ന കുട്ടികളായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ അച്ഛാ വിളിച്ചത്? എന്തെങ്കിലും വേണോ? ഇല്ല, ഞാൻ തിരി നിന്നെയൊക്കെ വിളിക്കണ. ഓക്കെ. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കണമെന്ന് ഞാൻ ആശിച്ചു പോയി. ദാച്ചാ വെള്ളം. അതിനിപ്പോ ആര് വെള്ളം ചോദിച്ചു? അച്ഛനല്ലേ ഇപ്പൊ വിളിച്ച് കൂവിയത്, മോനെ മഹി പെട്ടെന്ന് വെള്ളം എടുത്തോണ്ട് വാടാന്ന്. പോടാ, കളിയാക്കാതെ പോടാ. ഞാൻ പറഞ്ഞെഴുതണത് കേട്ട് എന്നെ ഊശിയാക്കാൻ വേണ്ടി വരണതാണ്. നടക്കൂലടാ. ഇനി ഞാൻ വാപത്തി എഴുതും. കുട്ടിക്കാലത്ത് അവന്മാരെ ഞാൻ കുറേ പ്രാവശ്യം കുളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും കുളിപ്പിക്കാൻ ഞാൻ ആശിച്ചു പോയി. ആഗ്രഹമുണ്ട്. അച്ഛാ, നമ്മൾ എണ്ണയൊക്കെ തേച്ച് നല്ല സെറ്റായിട്ട് നിപ്പുണ്ട്. കുളിപ്പിക്കാം നമ്മളാ. ഇതങ്ങനെ പിന്നീട് കുളിക്കാം നമുക്ക്. ഓ, സമയം കിട്ടുമ്പോ നമ്മളെ വിളിച്ചാൽ മതി, നമ്മൾ വരാം കുളിക്കാൻ. ഓ, ഇതെന്തൊരു മറിമായം. ഞാൻ ഡയറി ചെയ്തത് അതേപോലെ സംഭവിക്കണം. എന്നാലൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ല. വല്ലാത്ത പരവേശം. എനിക്ക് ദാഹിക്കുന്നു. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. സംഭാരം വല്ലതും ഇപ്പൊ വേണ്ട. ഓ, ഇതെന്തൊരു മറിമായം. വല്ല മാജിക് ഡയറിയാണ്. ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാം. ജിത്തു ഗോളത്തിലും മഹേഷ് അർദ്ധഗോളത്തിലും നിൽക്കുന്നു. ജിത്തു ബെല്ലി ഡാൻസ് കളിക്കുന്നു. മഹേഷ് ബങ്കറ ഡാൻസ് കളിക്കുന്നു. വെല്ലേ വെല്ലേ. ഓ, ബെല്ലേ ബെല്ലേ, ശാബ ശാബ.
ഇതെന്തായാലും കൊള്ളാം. അടുത്തത് ജലജ. ജലജേ പറഞ്ഞടി വരണം ഞാൻ. ജലജേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം. കേൾക്കാൻ സൗകര്യമില്ല. ഓ ഇപ്പൊ ശരിയാക്കി തരാം. ജലജ ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്നു. നിങ്ങൾക്ക് എന്താ എന്റെ അടുത്ത് പറയാനുള്ള? നിനക്ക് സൗകര്യം ഇല്ലെന്നല്ലേ പറഞ്ഞ? ഇപ്പൊ എനിക്ക് സൗകര്യമുണ്ട്. കേൾക്കാൻ ഞാൻ റെഡിയാണ്. പിന്നെ പറയാ. ഇപ്പൊ പറയും. പിന്നെ പറ. ഇപ്പൊ പറ. ഇനി പറയണില്ല, എഴുത്ത് മാത്രമേ ഉള്ളൂ. ജലജ കോഴിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ടർക്കി കോഴിയെ പോലെ കൂവുന്നു. നാടൻ കോഴിയെ പോലെ കൂവുന്നു. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം, ആവശ്യം വരും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് എടുത്തിടാം. അയ്യോ യുവമാർ ഇതുവരെ നിർത്തിയില്ലേ? ഇപ്പൊ നിർത്താം. ഡാൻസ് മഹേഷും ജിത്തുവും നിർത്തുന്നു. ഇപ്പൊ എന്താ നമുക്ക് സംഭവിച്ച? എന്തൊക്കെ പറഞ്ഞാലും ഇവറ്റകൾ രണ്ടും എൻ്റെ മക്കളല്ലേ. ലഗൊക്കെ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും പാവം. അതുകൊണ്ട് ജിത്തുവും മഹേഷും 1000 സ്കോട്ട് അടിക്കുന്നു. ദാഹിക്കാൻ നേരത്ത് യുവമാർക്ക് വെള്ളം കുടിക്കാൻ തോന്നിയാൽ വെള്ളം കുടിക്കണം, കുടിച്ചുകൊണ്ടിരിക്കണം, നിർത്തരുത്. ഹലൂടെ കിട്ടി, നിനക്ക് സുഖം തന്നെ? എന്നാ പറയാനടാവേ, കച്ചവടമൊക്കെ വൻ ശോകവും അടക്കൊക്കെ വൻ വിലക്കുറവ് തന്നെ. നീ 1 മിനിറ്റ് ഹോൾഡ് ചെയ്യേ. ഇട്ടിയുടെ അടക്കയുടെ വില കുത്തനെ കൂടുന്നു. ഡേയ് ഇപ്പൊ എങ്ങനെയുണ്ട്? എടാ ഉവ്വേ, അടക്ക കിലോ 2.5 കോടിയാടാ. വൻ കയറ്റം. എനിക്ക് അതിൽ നിന്ന് എനിക്കൊരു 5 ലക്ഷം രൂപ തരുമോ? അയ്യോ പൈസക്ക് വൻ ടൈറ്റടാ. ആ എനിക്ക് മനസ്സിലായടാ. നീ 1 മിനിറ്റ് ഹോൾഡ് ചെയ്യേ, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇട്ടിയുടെ അടക്കയുടെ വില കുത്തനെ ഇടിഞ്ഞ് 0-ാവട്ടെ. അവന്റെ തലയിൽ ഇടുത്തിയും കൂടെ വീഴട്ടെ. ഹലോ ഇട്ടേ. ഇടുത്തി വീണെന്നാണ് തോന്നണം. ഭാർഗു നിരന്തരമായി എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യട്ടെ. കട്ട് പണിട്ടെ, കട്ട് പണിട്ടെ. ഇത്രയും കൂവിയതല്ലേ, നന്നായി കാണും. ജലജ കൂവൽ നിർത്തുന്നു. ജലജയെ കഴിക്കാൻ എടുത്തു വെക്കൂ. എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ ഇട്ട് കഴിക്ക്. ഓ ആയിക്കോട്ടെ. ജലജ കുതിരയെ പോലെ ഓടുന്നു. $5 കോടി ബാങ്ക് അക്കൗണ്ടിൽ വരട്ടെ എന്ന് എഴുതിയല്ല. വേണ്ട, പണത്തിനോട് ആർത്തി പാടില്ല. ആ സുലുമാളിന്റെ തൊട്ടപ്പുറത്ത് 200 ഏക്കർ സ്ഥലവും വാങ്ങിച്ച് അവിടെ രഘുമാൾ പണിയാം. അതെഴുതാം. രഘുമാൾ പണിയണം. ചന്ദ്രി, ജലജയുടെ സന്ത്രി. സന്ദ്രിക്കും ജലജയ്ക്കും മാത്രം അറിയാവുന്ന ലളിതാംബിക കുടുംബശ്രീയിലെ രഹസ്യങ്ങൾ ജലജ നാട്ടുകാരെ മുമ്പിൽ വിളിച്ചു കൂവട്ടെ, അതും ഡോൾബി അറ്റ്മോസിൽ.
ചെയ്യോ എന്തോ. ഇനി ഒരു രഹസ്യം കൂടി പറയാനുണ്ട്. സന്ധി വീട് വെച്ചതേ റെസിഡൻസിലെ ഓണം കണ്ട മുഖ്യാണ്. അയ്യോ അതും പറഞ്ഞ ഇപ്പൊ എന്നെ നാട്ടുകാരെല്ലാരും കൂടെ വളയത്തേ ഉള്ളൂ. അതിനു മുമ്പ് ഈ രാജ്യം വിടണം. അയ്യോ അവിടെ കുസുമത്തിലെ വീട്. ഇങ്ങോട്ടോടാ. എന്തായാലും കൊള്ളാം. ഇനി ഞാൻ അവസാനമായി എന്തിനെഴുതും? ആ, രഘുദാസിന്റെ മരണം 200 വർഷങ്ങൾക്ക് ശേഷം മതി. 200 വർഷം എനിക്ക് ജീവിച്ചാൽ മതി, അത്ര ആഗ്രഹം എനിക്കുള്ളൂ. അതെഴുതാം. ഓച്ചൻ തുരുത്ത് രഘുവിൻ്റെ ബാർ രഘുദാസിന്റെ മരണം. ഇനി അപ്പുറത്തെ പേജ് എഴുതാം. പേജ് എഴുതാം. തുപ്പല ചൊട്ടിച്ചാല വേറൊരു പേജ് എഴുതാം. അമ്മ അച്ഛാ ഞാൻ ഇപ്പൊ വലിക്കല്ല.